രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രവാഹം. പോലീസ് സുരക്ഷ ശക്തമാക്കി. മനോജ് ചേരുന്നു. മനോജ്, സംസ്ഥാനമൊട്ടാകെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അലയടിക്കുന്നത്. MLA ഓഫീസിലേക്കും രാഹുലിന്റെ വീടിന് നേരെയുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നിലവിൽ രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, അടൂരിലെ രാഹുലിൻ്റെ വീട്ടിൽ ഇപ്പോൾ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു സമയങ്ങൾക്ക് മുൻപാണ് DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ട് ഉണ്ടായിരുന്നത്. ഇനി AIOF-ൻ്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും അടക്കം പ്രതിഷേധ മാർച്ചുകൾ ഇങ്ങോട്ടേക്കുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ചു സമയങ്ങൾക്ക് മുൻപാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ രാജിവെച്ചതായി പ്രഖ്യാപിച്ചത്. ആ വാർത്താ സമ്മേളനമൊക്കെ നമ്മൾ കണ്ടതാണ്. പല ചോദ്യങ്ങൾക്കും ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചത്. അത്തരത്തിൽ ഈ ആരോപണങ്ങളൊക്കെ തനിക്കെതിരായി വരുന്നത് പല വിധത്തിലും അതിനെയൊക്കെ തന്നെ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടി നൽകാതെയാണ് രാഹുൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഏറ്റവും അവസാനമാണ് താൻ 1:25 വരെ രാജിവെക്കാത്ത താൻ 1:30 രാജിവെക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലൊരു ഔദാര്യപരമായിട്ടുള്ള രീതിയിലാണ് ഈ രാജിപ്രഖ്യാപനമൊക്കെ നടത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ വീടിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ചുകൾ ഓരോന്നായി വരികയാണ്. രാഹുലിനെതിരെ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. പാലക്കാട് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലും ആ പ്രതിഷേധ മാർച്ച് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഗൗരവപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഈ സമയം പോലും ഈ രാജിവെക്കുന്നതിന് തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല, അതായത് നേതൃസ്ഥാനത്ത് നിന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു മറുപടിയൊക്കെയാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും തന്നെ തിരികെ പരാതി നൽകാൻ അല്ലെങ്കിൽ ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മാനനഷ്ട കേസിന് പോകാനോ രാഹുൽ തയ്യാറല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം മുൻപും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടും താൻ പലതിനും പരാതി കൊടുത്തെങ്കിലും അത് കൃത്യമായിട്ടൊന്നും അന്വേഷണം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ താൻ ഈ കാര്യങ്ങളിലൊന്നും പരാതി നൽകില്ല എന്നുള്ള മറുപടിയൊക്കെയാണ് രാഹുൽ പറയുന്നത്. എങ്കിലും രാഹുലിനോട് പല ചോദ്യങ്ങളും, അതായത് ഈ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് അടക്കം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം രാഹുലിൽ നിന്ന് കാണുവാനുണ്ടായി. അതോടൊപ്പം തന്നെ ഈ കാലത്ത് ഇതൊക്കെ പലതും ഉണ്ടാകുമെന്നുള്ള രീതിയിലായിരുന്നു ഈ പ്രതികരണം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ നടിയോടോ അല്ലെങ്കിൽ എഴുത്തുകാരിയോടോ അടക്കം സംസാരിച്ചതിനെക്കുറിച്ചും രാഹുൽ പറയുന്നുണ്ട്. ആദ്യ ഭാഗങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും അതിലൊക്കെ തന്നെ ഒരാളോട് സംസാരിക്കുന്നതിനെ പറ്റി താൻ തെറ്റായി കരുതുന്നില്ല എന്നൊക്കെ ആണ് രാഹുലിൻ്റെ പ്രതികരണം. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഈ ആരോപണങ്ങൾ, അതായത് ഈ ഗർഭചിത്രം നടത്തി എന്നുള്ള അതിനുവേണ്ടി നിർബന്ധിച്ചു എന്നുള്ള തരത്തിൽ ഈ ഫോൺ സംഭാഷണം ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ ആ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് കൃത്യമായി മറുപടി പറയാൻ രാഹുൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ ഈ വീട്ടിൽ നിന്നാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട്, പ്രതികരണം തേടിയിരുന്നു. പക്ഷേ രാവിലെ ഒന്നും തന്നെ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. പ്രതിഷേധം കനത്തപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സംസ്ഥാന നേതാക്കളടക്കം ഇതിൽ പ്രതികരിച്ചു തുടങ്ങിയപ്പോഴാണ് രാഹുലിനെ അവസാനമായി ഗതിയില്ലാതെ പ്രതികരിക്കേണ്ടി വന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അവസാനം ഒരു രാജിപ്രഖ്യാപനം അത് നമ്മൾ കണ്ടതാണ്. ഏത് തരത്തിലായിരുന്നു രാജിപ്രഖ്യാപനമെന്ന്, അതായത് ഈ ആരോപണങ്ങളിലോ അല്ലെങ്കിൽ ഈ പരാതിയില്ല എന്നുള്ള കാര്യമൊക്കെയാണ് രാഹുൽ പറയുന്നതെങ്കിലും അവസാനം രാജിപ്രഖ്യാപനം നടത്തുന്നു. പക്ഷേ രാജിപ്രഖ്യാപനം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ സംതൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം നന്നായി മുന്നോട്ട് പോകാനാണ് താൻ രാജിവെക്കുന്നതെന്നുള്ള രീതിയിലായിരുന്നു രാഹുൽ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ അതിലൊക്കെ തന്നെ ഈ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഈ കോൺഗ്രസിലെ പല നേതാക്കൾ തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നേതാവിനെതിരെ നടപടി എടുക്കുമെന്നൊക്കെ. എന്തായാലും ഹൈക്കമാൻഡോ അല്ലെങ്കിൽ ഈ സംസ്ഥാന നേതൃത്വവും ഒന്നും തന്നെ രാഹുലിനെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ പറയുന്ന മറുപടി. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഇപ്പോൾ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. പക്ഷേ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രതിഷേധ മാർച്ചുകളും തുടരുന്നത്. എന്തായാലും നിരവധി പെൺകുട്ടികളാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. പക്ഷേ രാഹുൽ പറയുന്ന ഒരു കാര്യം, തനിക്കെതിരെ നിയമപരമായിട്ടുള്ള ഒരു പരാതിയും ഇതുവരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്കും പരാതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് രാഹുൽ പറയുന്നത്. ആ കാര്യത്തിൽ തന്നെയാണ് രാഹുൽ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതും. അങ്ങനെ പരാതിയുള്ളവർ നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു ആരോപണങ്ങൾ ഇങ്ങനെ ഉയരുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ രാജിപ്രഖ്യാപനം. അതിൽ തന്നെയാണ് പ്രതിഷേധങ്ങൾ, അതായത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം മാത്രം രാജിവെച്ചാൽ പോല MLA മനോജ് ഉയരുന്ന ആവശ്യവും, അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഗതികെട്ട് രാജിവെച്ച ഒരു സാഹചര്യത്തിലേക്കാണ് രാഹുൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ നിലവിൽ പ്രതിഷേധങ്ങളൊന്നും ശമിക്കുന്നില്ല.
സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം രാഹുൽ MLA സ്ഥാനവും രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണോ രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്ക് ഇനിയും ഒരു പ്രതിഷേധ പ്രവാഹം ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടലിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്? അവിടേക്ക് ഇനിയും ഒരുപക്ഷേ ഈ ഒരു ആവശ്യവുമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്തെത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇങ്ങോട്ടേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് പോലീസ് അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് ഉള്ളിലേക്ക് ഒരു 20 മീറ്റർ കടന്നാലാണ് രാഹുലിൻ്റെ വീടുള്ളത്. അപ്പോൾ 20 മീറ്റർ മുൻപിലായി ഈ ബാരിക്കേഡൊക്കെ വെച്ചുകൊണ്ടാണ് പോലീസ് ഈ പ്രതിഷേധ മാർച്ചിനെ തടയുന്നത്. ഇവിടേക്ക് DYFI പ്രവർത്തകർ മാർച്ചുമായി എത്തിയപ്പോൾ പലരും അകത്തേക്ക് കയറുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പിന്നീട് അത് പോലീസ് അവരെ ഇവിടെ നിന്നും മാറ്റുകയുണ്ടായി. ഇനി അടുത്ത ഈ CPIയുടെ യുവജന സംഘടനയുടെയും അതോടൊപ്പം തന്നെ BJPയുടെ അടക്കം പ്രതിഷേധം ഇങ്ങോട്ടേക്ക് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലുമാണ് പോലീസ് ഉദ്യോഗസ്ഥരേക്കും കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണ്. അത് രാഹുലിൻ്റെ അടൂരിലെ ഈ വീട്ടിലേക്കായാലും അതോടൊപ്പം തന്നെ MLA ഓഫീസിലേക്കായാലും ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്കടക്കം ഈ പ്രതിഷേധ മാർച്ചുകൾ ഇങ്ങനെ വ്യാപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പല കഴമ്പുള്ള ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറഞ്ഞത് അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ്. തൻ്റെ പേരാരും പറഞ്ഞിട്ടില്ല, തനിക്കെതിരെ നിയമപരമായി ഒരു പരാതിയും നൽകിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു രാഹുൽ പ്രതികരിച്ചത്. എന്തായാലും ഈ പ്രതികരണം ഒന്നും കൊണ്ട് തന്നെ ജനങ്ങൾ തൃപ്തരല്ല. അതോടൊപ്പം തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നവരും ഇതിനെയൊക്കെ തന്നെ പ്രതിഷേധിക്കുന്നവരൊന്നും രാഹുലിൻ്റെ മറുപടിയിൽ തൃപ്തരല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം അത്തരത്തിലൊരു പ്രതികരണമായിരുന്നു. എന്തായാലും ഈ സാഹചര്യത്തിൽ ഈ പ്രതിഷേധം ഇങ്ങനെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ സംഘടനകൾ അത് എല്ലാ ഭാഗത്തേക്കും സംസ്ഥാന വ്യാപകമായി ഈ പ്രതിഷേധം നടത്തുന്നുണ്ട്. എന്തായാലും രാഹുലിൻ്റെ വീട്ടിലേക്കാണ് അല്പസമയം മുമ്പ് DYFI പ്രതിഷേധം നടത്തിയത്. ഇനി വരും മണിക്കൂറുകളിൽ മറ്റ് സംഘടനകളുടെ പ്രതിഷേധവും ഇങ്ങോട്ടേക്ക് ഉണ്ടാകും. ശരി മനോജ്, എന്തായാലും രാഹുലിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രവാഹമാണ്. പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. M. മനോജാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിയത്.